ഓം ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. ശ്രീ ഗുരുഭ്യോ നമഃ. ശരണമയ്യപ്പ. ഹരേ. എല്ലാ ധന്യാത്മാക്കൾക്കും നൂറായിരം സ്നേഹാശംസകളെ. ജീവിതം ഉത്സവകരമായി ആനന്ദകരമായി കൊണ്ടു നടക്കാനാണ് നമ്മളെ ഇപ്പോൾ ഇവിടെ ഈ നിമിഷത്തിലുള്ള ജീവിതം ഉത്സവമായി കൊണ്ടു നടക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ്, നമ്മെ ഉയർത്തുകയാണ് മാതാ അമൃതാനന്ദമയി ദേവി. നമ്മുടെ ജീവിതം ദുഃഖ ദുരിതങ്ങളിൽ നിന്നും, ഗൃഹാന്തകൂപം എന്ന് പറയും വേദങ്ങളിലെ, ഗൃഹം അന്ധകാരത്തിനകത്തോട്ട് പൊട്ടം കിണർ പോലെ നരക തുല്യമായി നാം ജീവിക്കുന്നു. അച്ഛൻ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് മൊബൈൽ തോണ്ടും, അമ്മ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരുന്ന് മൊബൈൽ തോണ്ടും, മകള് തെക്കോട്ട് തിരിഞ്ഞിരുന്ന് മൊബൈൽ തോണ്ടും, മകൻ വടക്കോട്ട് തിരിഞ്ഞിരുന്ന് മൊബൈൽ തോണ്ടും. ഒക്കെ നെഗറ്റീവായിരിക്കും. അതുകൊണ്ടാണ് ഇതിന് ന്യൂസ് എന്ന് പേര് വരാൻ കാരണം. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് എല്ലാം ദുഃഖ ദുരിതങ്ങളിലോട്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ശ്രദ്ധിക്കണം, അട്ടിമുട്ടി ഒരു പരിവർത്തനം. ഏതായാലും നമ്മൾ മനുഷ്യനായി ഇവിടെ ജനിച്ചു, ഇവിടെ അവതരിച്ചു. അവതാരോ ഹ്യസംഖ്യോയം. ശ്രീമദ് ഭാഗവതം നമ്മെ പഠിപ്പിച്ചുയർത്തുന്നു. ഈ ശാസ്ത്രം പറയുന്നു അവതാരോ ഹ്യസംഖ്യോയം. അല്ലാതെ ക്രിസ്ത്യാനികൾ പറയുന്ന കണക്കിനെ പാപികളെ എന്നുള്ളതല്ല. മരണാനന്തരം സ്വർഗരാജ്യത്ത് തൂപ്പുകാരനാവാം. ഇപ്പം ഇവിടെ ലോകത്തിന് നാശമായ ടെററിസം വിതയ്ക്കാമെന്ന് പറയുന്ന മുസ്ലിങ്ങളെ പോലെ അല്ല, മറിച്ച് നമ്മുടെ മുന്നിലൊരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുകയാണ്, ഒരു അവസരം ലഭിക്കുകയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഈശ്വരീയമയമായി ഈശ്വരനായി ജീവിക്കാനും. അപ്പോൾ എന്ത് വേണം? ഗൃഹമേവ ഗൃഹസ്ഥാനാം സുസമാഹിത ചേതസ. ഗൃഹം ഗൃഹസ്ഥാശ്രമമാക്കി മാറ്റണം. ഗൃഹം ഗൃഹസ്ഥ ആശ്രമമാക്കി മാറ്റണം. ശ്രമകരമായ ദൗത്യം എന്ത്? ജീവിതം സന്തോഷ സംതൃപ്തിയിൽ കൊണ്ട് പുരുഷാർത്ഥങ്ങളൊക്കെ നേടി എല്ലാ സൗഭാഗ്യങ്ങളും ഗൃഹത്തിൽ ഈശ്വരീയമായ ബുദ്ധിയിൽ, ഈശ്വരീയമായ ബോധത്തിൽ, ഈശ്വരീയമായ ചിന്തയിൽ, ഈശ്വരീയമായ അനുഗ്രഹത്തിൽ നാം ഈ ജീവിതം കൊണ്ടു നടക്കണം. അതിന് എന്ത് വേണം? മനസ്സിനും ശരീരത്തിനും. നാരായണീയത്തിൽ ഭട്ടതിരിപ്പാട് പറഞ്ഞ കണക്കിനെ ആയുരാരോഗ്യ സൗഖ്യം വേണം, ഒരുപോലെ വേണം. ഇപ്പോൾ ആധുനിക മനുഷ്യന്, ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹത്തിന് മനസ്സിനും ആരോഗ്യമില്ല, ശരീരത്തിനും ആരോഗ്യമില്ല. യത് ഭാവയതി തത് ഭവതി. ഇപ്പോൾ ഈ ഫ്ലാറ്റുകളുടെയൊക്കെ പരസ്യമുണ്ട്. ഇന്ന ഫ്ലാറ്റ് ആശ്രം മെഡിസിറ്റിയുടെ തൊട്ടടുത്താണ്, ഇന്ന ഫ്ലാറ്റ് ലാക്ഷോറിൻ്റെ തൊട്ടടുത്താണ്, ഇന്ന ഫ്ലാറ്റ് ലിസി ഹോസ്പിറ്റലിന് തൊട്ടടുത്താണ്. അപ്പം തന്നെ മനസ്സിലാക്കണം, നമ്മൾ ആ രോഗത്തെ വാം വെൽക്കം പറയുകയാണ്. യത് ഭവതി യത് ദൃഷ്ടി തസൃഷ്ടി. എന്താണോ നിങ്ങളുടെ ദൃഷ്ടി അതായിരിക്കും നമ്മുടെ ഇത്. ഇതിന് നാരായണീയം ഒറ്റ വാക്കിൽ പറയുന്നതെന്ന് വെച്ചാൽ അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധി വാതാലയവാസ വിഷ്ണു. അല്ലയോ ഗുരുവായൂരപ്പ, എനിക്കിതാ നിരോധിക്കണം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് നിരോധിക്കണം. ഈ രോഗസമൂഹങ്ങളെ അനന്തഭൂമ മമ
രോഗരാശിയും, രോഗമല്ല രോഗരാശിയാണ്, ശരീരത്തിലും മനസ്സിലും ഉണ്ടാകുന്ന രോഗരാശികളെ മുഴുവൻ പ്രതിരോധിക്കാൻ എനിക്ക് ആ വാതിൽ അടക്കാനുള്ള ശക്തിയും കരുത്തും ഊർജവും ഹേ ഗുരുവായൂരപ്പ എനിക്ക് തരണമേ. അപ്പോൾ എൻ്റെ ജീവിതം ആയുരാരോഗ്യ സൗഖ്യപ്രദമായി മാറും. ഇതാണ് ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയുടെ കാഴ്ചപ്പാട്. ഇതാണ് ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയുടെ കരതലാമലകം പോലെയുള്ള വേദം, അനുഭവം, ഉള്ളംകൈയിലെ നെല്ലിക്ക പോലെ. പാശ്ചാത്യർക്കാണ് അവർക്ക് ജീവിതത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ, ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മാറ്റിമറിക്കാനുള്ള ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാമുകളും ഒരുപാട് ബുക്കുകളും നമുക്ക് ലഭിക്കും. ഇതൊക്കെ ശ്രദ്ധിക്കണം. പാശ്ചാത്യ സംസ്കൃതിയുടെ അബദ്ധജടിലമായ കാഴ്ചപ്പാടാണ്. കാരണം പാശ്ചാത്യർക്ക് ജീവിത കാഴ്ചപ്പാടുകളാണ്. കാഴ്ചപ്പാട് മീൻസ് സ്വപ്നമാണ്. നമുക്ക് ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയിൽ എന്താണ്? ജീവിത ശൈലിയിലാണ് മാറ്റം വരുത്തേണ്ടത്. ജീവിത ശൈലി. അപ്പോൾ ജീവിത കാഴ്ചപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നം, ഡ്രീമാണ്. ജീവിത ശൈലി എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലായിട്ടാണ് മാറ്റം വരുത്തേണ്ടത്. നമ്മൾ അമ്പലങ്ങളിലൊക്കെ ചോദിക്കൂലേ, എന്തൊക്കെയാണ് അവിടുത്തെ നിത്യനിദാനമെന്ന്, നിത്യകർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന്, ദിനചര്യ എന്താണെന്ന്. ഇതാണ് നമുക്ക് മാറ്റം വരുത്തേണ്ടത്. അപ്പോൾ സ്വഭാവത്തിന് മാറ്റം വരുത്താൻ പറ്റില്ല, മറിച്ച് ജീവിത ശൈലികളിൽ ഒരു അടിമുടി നമ്മൾ മാറ്റം വരുത്തുകയാണെങ്കിലോ പ്രാക്ടിക്കലായുള്ള ജീവിതം, ഇപ്പോഴുള്ള ജീവിതത്തിൽ നിന്നും അടിമുടി ഒരു പരിവർത്തനം. ആ മാറ്റം വരുന്നതോടുകൂടി എന്തായിരിക്കും നമ്മളെ മാറ്റം? അടുക്കും ചിട്ടയുമുള്ള ഒരു കുടുംബം, അടുക്കും ചിട്ടയുമുള്ള ഒരു ജീവിതത്തിൽ നേട്ടങ്ങളുടെ കൂമ്പാരമായി മാറും നമ്മുടെ കുടുംബം. ജീവിതം നേട്ടങ്ങളാക്കി മാറ്റാൻ ആഗ്രഹിക്കാത്തവർ ആരും തന്നെയില്ല. അങ്ങനെ ആഗ്രഹിക്കുന്നവർ ഏറ്റവും പ്രധാനമായി നമുക്ക് അടുക്കും ചിട്ടയും വേണം. ഈ അടുക്കും ചിട്ടയും കണ്ടിട്ട് വേണം നമ്മുടെ മക്കൾ പഠിക്കാൻ, വരും തലമുറ പഠിക്കാൻ. അപ്പോൾ നമ്മുടെ ജീവിതം നിത്യതൃപ്തോ നിരാശ്രയോ. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു, നിത്യതൃപ്തനായി നിത്യസന്തോഷവാനായി ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് ശ്രദ്ധിക്കണം, അനാസക്തനായിരിക്കണം. ആസക്തി എന്ന് വെച്ചാൽ അമിതമായ ദുർമോഹങ്ങൾ, അമിതമായ ആഗ്രഹങ്ങൾ, ദുർവാസനകൾ, ഇതാണ് ആസക്തി. കേട്ടിട്ടില്ലേ? അമിതമായ ലൈംഗിക ആസക്തി, അമിതമായ മദ്യാസക്തി, അമിതാസക്തി എന്ന് പറഞ്ഞതാണ്. അതിന് ഭഗവാൻ പറയും, മയ്യാസക്തമന പാർത്ഥ, ഹേ പരമജ്ഞാനിയായ പൃഥയുടെ പുത്ര, ഹേ പൃഥ്വിയുടെ പുത്ര, ഹേ അർജുന, നീ മയ്യാസക്തമന പാർത്ഥ, നിന്റെ ആസക്തി നിന്നിലേക്ക് തിരിയട്ടെ, അന്തരാത്മാവായ കൃഷ്ണനിലോട്ട് തിരിയട്ടെ. മയ്യാസക്തമന പാർത്ഥ. അപ്പോഴോ കർമ്മങ്ങൾ എന്തായിരിക്കണം? ആസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പൂരുഷ. മാനവരാശിയോട് കൃഷ്ണൻ പറയുന്നതാണ്, അസക്തോ ഹ്യാചരൻ കർമ്മ. എല്ലാ കർമ്മങ്ങളിലും ജീവിതത്തിൽ നാം എന്തെന്ത് അസോസിയേറ്റ് ചെയ്യുന്നുണ്ടോ അവയോടൊന്നും അമിതമായ ബോണ്ടേജ് ഇല്ലാതെ ജീവിതം മുന്നോട്ട് നയിക്കുകയാണെന്നുണ്ടെങ്കിൽ പരമാപ്നോതി പൂരുഷ, എല്ലാ മാനവരാശിക്കും വളരെ സന്തോഷപ്രദമായ ജീവിതം നയിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഭാര്യയോട് ഒരു വളരെ അറ്റാച്ച്മെൻ്റ് ആവാം, നമ്മുടെ മക്കളോട് വളരെ അറ്റാച്ച്മെൻ്റ് ആവാം, നമ്മുടെ അച്ഛനോട് വളരെ അറ്റാച്ച്മെൻ്റ് ആവാം, നമ്മളെ അമ്മയോട് വളരെ അറ്റാച്ച്മെൻ്റ് ആവാം, നമ്മുടെ വീടിനോട്, നമ്മുടെ കാറിനോട്, നമ്മുടെ സമ്പത്തിനോട്, നമ്മുടെ ജോലിയോട്, ഈവൻ നമ്മുടെ ശരീരത്തിനോട് പോലും എന്താവാം? ഒരു അറ്റാച്ച്മെൻ്റ് ആവാം. എന്ത് പാടില്ല എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്? ഒന്നിനോടും ബോണ്ടേജ് പാടില്ല എന്ന്. അങ്ങനെ ആകുമ്പോൾ ആ ബോണ്ടേജ് ഇല്ലാത്ത അസക്തോ ഹ്യാചരൻ കർമ്മ, ബോണ്ടേജ് ഇല്ലാതെ
ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നവർക്ക് പരമാപ്നോതി പുരുഷ, പരമസന്തോഷ സംതൃപ്ത ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. നോക്കൂ, പൂർണ്ണാവതാരമെടുത്ത കൃഷ്ണൻ ഗുരുവായൂരപ്പൻ മാനവരാശിയോട് പറയുകയാണ്, സന്തോഷ സംതൃപ്ത ജീവിതം നയിക്കാൻ എളുപ്പവിദ്യ, ഒന്നിനോടും ബോണ്ടേജ് പാടില്ല എന്ന്. നമുക്ക് കാറുണ്ട്, കാറിന് 5 ടയറുണ്ട്, 5ാമത്തെ ടയറും 4 ടയറും എല്ലാ ടയറും നട്ടും ബോൾട്ടിലും ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ഏത് സമയത്തും ടയർ പഞ്ചറായാൽ നമുക്ക് എന്ത് ചെയ്യാം? മാറ്റി വെക്കാം. നമ്മുടെ വീടുകളിലെ ജനവാതിലുകൾ മുഴുവൻ വെൽഡ് ചെയ്തിട്ടില്ല, പിന്നെ സ്ക്രൂവിൽ ടൈറ്റ് ചെയ്തിരിക്കുകയാണ്. ഏത് സമയത്തും അഴിച്ചു വെച്ച് മാറ്റിയെടുക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, വെൽഡ് ചെയ്യരുത്, ജീവിതത്തിൽ ഒന്നിനോടും വെൽഡ് ചെയ്യരുത്, മറിച്ച് ഒരു അസോസിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രം. അപ്പോൾ അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പുരുഷ. അങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതം സന്തോഷ സംതൃപ്തകരമായിരിക്കും. അങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ ജഗതീശമയമായ മനസ്സായിരിക്കും. എന്തായിരിക്കും? ജഗതീശമയമായ മനസ്സ്. അപ്പോൾ അവരുടെ ബുദ്ധിർബുദ്ധിമതാമസ്മി തേജസ്വിനാമഹാം ഭഗവത് ബുദ്ധിയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ചിന്തകൾ ഒരു ദൈവീകാധിഷ്ഠിത ചിന്തകളായിരിക്കും. അപ്പോൾ ആ ചിന്തകൾ നമ്മുടെ മനസ്സിനെ എന്തുമാത്രം ഉയർത്തുന്നു എന്ന് അനുഭവഭേദ്യമാക്കണം. നമ്മുടെ ജീവിതം സന്തോഷത്തിൽ അനുഭവിക്കണം. അതിന് നമ്മുടെ പ്രാണായാമം ഈ നമ്മുടെ ജീവിതത്തിലെ അനുഷ്ഠാനങ്ങളിൽ ഏറ്റവും പ്രധാനമാക്കി മാറ്റണം. നിത്യകർമ്മങ്ങളിൽ ഈ പ്രാണായാമം അത് മറ്റൊന്നുമല്ല, നന്നായിട്ട് ശ്വാസം അകത്തോട്ട് വലിച്ച് ഓം പ്രണവമാക്കി പുറത്തോട്ട് വിടണം. ഇത്രയേ പ്രാണായാമം, പ്രത്യാഹാരം, നിത്യ വിവേകം എന്നുള്ളതൊക്കെ ശങ്കരാചാര്യർ നമ്മളെ പഠിപ്പിച്ചു. അപ്പം ശുദ്ധ അഖണ്ഡ ബോധമാണ് ഞാൻ എന്ന് മനസ്സിനകത്ത് ഉറപ്പിച്ചതിന് ശേഷം ഈ പ്രാണായാമം ചെയ്തു കഴിഞ്ഞാൽ മാത്രം മതി. ജീവിതത്തിൽ ഒരിക്കലും സ്ട്രോക്ക് വരില്ല. കാരണം ഈ ശ്വാസം നന്നായിട്ട് അടിച്ച് ഓങ്കാരം പ്രണവം പുറത്തോട്ട് വിടുന്ന സമയത്ത് ഈ വൈബ്രേഷൻ ഉണ്ടാവുന്നു. അപ്പോൾ തോട്ട് എനർജി, സൗണ്ട് എനർജി കൺവേർട്ടഡ് ടു ഓരോ കോശങ്ങളിലും ഈ ഓക്സിജൻ്റെ അംശം എത്തിച്ച് ഓരോ കോശങ്ങളെയും 37.8 ട്രില്യൺ കോശങ്ങളെയും ഊർജ്ജസ്വലമാക്കുകയാണ്. അപ്പോൾ പിന്നെ എവിടെയാണ് സ്ട്രോക്ക് വരിക? എവിടെയും സ്ട്രോക്ക് വരില്ല. അപ്പോൾ സ്ട്രോക്കിനെ പ്രതിരോധിക്കാനാണ് പ്രാണായാമം. അൾട്രാ മോഡേൺ സയൻസ് പറയുന്നതാണ്. കുട്ടികളുടെ ബുദ്ധിക്കും യുക്തിക്കും അൾട്രാ മോഡേൺ സയൻസിനും ആക്സെപ്റ്റബിളാണ് ഈ ശാസ്ത്രം. ഇത് നമുക്ക് ഏറ്റവും വലിയതായിട്ട് നമ്മളൊരു കാര്യം ചെയ്യാം. കൈ ഇങ്ങനെ ചുരുട്ടി പിടിക്കുക. കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചതിന് ശേഷം ആ കയ്യിലോട്ട് നോക്കുക, കണ്ണടക്കുക, നോക്കിയിട്ട് എന്നിട്ട് ശ്വാസം അങ്ങോട്ട് വലിച്ചങ്ങോട്ട് എടുക്കുക. ആ ഓക്സിജൻ ഓരോ കോശങ്ങളിലോട്ടും വലിഞ്ഞു പോകുന്നത് മനസ്സിനകത്ത് ചിന്തിക്കുക. ആ ചിന്ത കൈകളിലോട്ട് വരിക. ഓരോ നഖങ്ങളിലോട്ടും, മൂക്കിലോട്ടും, കണ്ണിലോട്ടും, കാലിലോട്ടും, നട്ടലിലോട്ടും, സുഷുമ്നയിലോട്ടും, നാഡി പിങ്കളയിലോട്ടും, ബുദ്ധിക്കകത്തോട്ടും, ബോധത്തിനകത്തോട്ടും, ബ്രെയിനകത്തോട്ടും, തലച്ചോറിനകത്തോട്ടും, കാലുകളുടെ നഖങ്ങളിലോട്ടും, എല്ലാത്തിനകത്തോട്ടും ഇന്നർ എൻജിനീയറിങ്, ബഹിർമുഖമായ ചിന്തകൾ അന്തർമുഖമാക്കി അവനവനിലെ വ്യക്തിത്വ വികാസമാണ്. എന്നിട്ടോ ഈ ചുരുട്ടിയ കൈമുട്ടി നോക്കിക്കൊണ്ട് മനസ്സിൽ അങ്ങോട്ട് ചിന്തിക്കുക. എന്താണ് മനസ്സിൽ അങ്ങോട്ട് ചിന്തിക്കേണ്ടത്? ശ്രീമദ് ഭാഗവതത്തിലെ അതിബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ശ്ലോകമുണ്ട്. യോന്തപ്രവിശ്യ മമവാചിമിമം പ്രസുപ്തം സഞ്ജീവയന്ത്യഖില ശക്തിധരസ്വധാംന അന്യംശ്ച ഹസ്തചരണ ശ്രവണാത്യഗാധിൻ പ്രാണാം നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഇവിടെ ശ്രദ്ധിക്കണം, പ്രാണാം നമോ ഭഗവതേ പുരുഷായ തുഭ്യം. പുറത്തുള്ള ഒരു ഈശ്വരനെ പ്രണമിക്കാനല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അകത്തുള്ള പ്രാണനായി ജ്വലിക്കുന്ന
ഐൻസ്റ്റീൻ്റെ ഭാഷയിൽ കോസ്മിക് എനർജിയെയാണ് ഇവിടെ സ്തുതിക്കുന്നത്. അതുകൊണ്ടാണ് അന്ധവിശ്വാസവും അനാചാരവും ഇല്ലാത്ത സംസ്കൃതി. യോ അന്ധപ്രവിശ്യ, എൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് ഉള്ളിലുള്ള ഈ പ്രാണൻ, യോ അന്ധപ്രവിശ്യ മമ വാചി മിമാം പ്രസുപ്താം സഞ്ജീവ, എന്നെക്കൊണ്ട് പറയിപ്പിക്കുന്നു, എന്നെക്കൊണ്ട് നടത്തിപ്പിക്കുന്നു, എന്നെക്കൊണ്ട് ദഹിപ്പിക്കുന്നു കഴിക്കുന്ന ആഹാരങ്ങൾ, എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നു, എന്നെക്കൊണ്ട് കാണിപ്പിക്കുന്നു, ശബ്ദസ്പർശ രസ രൂപഗന്ധാദികളിലൂടെ എന്നെക്കൊണ്ട് ഇതൊക്കെ അനുഭവിപ്പിച്ച് എന്നെ ഊട്ടി ഉറക്കുന്ന ചൈതന്യം, എന്നെ ബോധത്തിൽ ഉണർത്തി എഴുന്നേൽപ്പിച്ചോ സഞ്ജീവയന്ത്യഖില ശക്തി ധരസ്വധാംന, ഈ പ്രപഞ്ചത്തിന് മുഴുവൻ പ്രാണൻ നൽകുന്ന, എനിക്കും ജീവൻ നൽകുന്ന, പ്രാണൻ നൽകുന്ന ആ ചൈതന്യം, പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളെയും ഉണർത്തുന്ന ആ ചൈതന്യം, എന്നെയും ഉണർത്തിയ ആ ചൈതന്യം, എന്നെ കാണിക്കുകയും കേൾപ്പിക്കുകയും രുചിപ്പിക്കുകയും സ്പർശിപ്പിക്കുകയും ചെയ്യുന്ന പ്രാണരൂപത്തിൽ നിൽക്കുന്ന ഹേ ഭഗവാനെ പുരുഷായ തുഭ്യം, നീയാണ് വേദങ്ങളിൽ പുരുഷ സൂക്തമായി, പുരുഷനായി, അനന്തബോധസ്വരൂപമായി, പുരുവിൽ ശയിക്കുന്ന ആ അനന്തശായിയായി നിൽക്കുന്ന ആ ജഗതീശ ചൈതന്യം. ആ ചൈതന്യമല്ലേ എൻ്റെ വിരലുകളിലൂടെ ജ്വലിക്കുന്നത്? എൻ്റെ ഈ വിരലിനെ ഇവിടെ വളർച്ച നിർത്തി, ഈ വിരലിനെ ഇവിടെ കൃത്യമായി വളർച്ച നിർത്തി, ഈ വിരലിനെ ഇവിടെ വളർത്തി, ഈ വിരലിനെ ഇവിടെ നിർത്തി, ഈ വിരലുകളുടെ എല്ലാം തള്ള വിരലായിക്കൊണ്ട് ഈ വിരൽ, അതാണ് നമ്മൾ ലൈക്കടിക്കുന്നത്. അങ്കുഷ്ടമാത്ര പുരുഷാന്തരാത്മ തതോ ജനാനാം ഹൃദയേ സന്നിവിഷ്ടം. കൃഷ്ണ യജുർവേദമാണിത്. ഇതാണ് ലൈക്കടിക്കുന്നത്. തമ്പ് തള്ള വിരലായി നിൽക്കുന്ന ഹേ ജഗതീശ്വര, ഇതൊക്കെ പ്രാണനായി നീയല്ലേ എൻ്റെ ഈ വിരലുകളെ ഇവിടെ വെച്ച് വളർച്ച നിർത്തുകയും തുടർന്ന് വളർത്തുന്നതും. ഇവിടെയുള്ള ഓരോ ട്രില്യൺ കോശങ്ങളിലും 37.8 ട്രില്യൺ കോശങ്ങളെയും വളർത്തുന്നതും തളർത്തുന്നതും നശിപ്പിക്കുന്നതും വീണ്ടും വളർത്തുന്നതും ഈ നഖത്തെ കൃത്യമായി വളർത്തുന്നത്. പ്രാണം നമോ ഭഗവതേ പുരുഷായ തുഭ്യം. അങ്ങനെയുള്ള പുരുഷനല്ലേ എൻ്റെ കയ്യിൽ ജ്വലിക്കുന്നത്. ഇതുകൊണ്ടാണ് നമ്മളൊക്കെ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ നമ്മളിത് ചൊല്ലണം. നമ്മളെ ഭാര്യയെ പഠിപ്പിക്കണം, നമ്മളെ മക്കളെ പഠിപ്പിക്കണം. ഉറങ്ങി എഴുന്നേറ്റ ഉടനെ ആ കിടക്കപ്പായിൽ ചമ്രം പടിഞ്ഞിരുന്നു കൊണ്ട് കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേതു ഗോവിന്ദ പ്രഭാതേ കരദർശന. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ വേദപാഠശാലയിലും ഉദയനാപുരം വേദപാഠശാലയിലും എൻ്റെ കുട്ടികളെ ഞാൻ വേദം പഠിപ്പിക്കുന്നുണ്ട്. അവരാദ്യം പഠിപ്പിച്ച മന്ത്രം ഇതാണ്: കരാഗ്രേ വസതേ ലക്ഷ്മി. എൻ്റെ കൈകൊണ്ടാണ് എനിക്ക് മഹാലക്ഷ്മിയെ സ്വീകരിക്കേണ്ടത്. ആ മഹാലക്ഷ്മിയെയാണ് എൻ്റെ ജീവിതത്തെ സമ്പൽ സമൃദ്ധമാക്കുന്നത്. കരമധ്യേ സരസ്വതി. ഈ കരങ്ങളിലാണ് എനിക്ക് സരസ്വതി ദേവി, ഇതൊക്കെ ഈ ഒരൊറ്റ ദേവിയാണ്. സരസ്വതി ദേവി ദേവിയായി, അക്ഷരമായി, എനിക്ക് പറയാനും ഉള്ള വാഗ്ദേവതയായിട്ടും വരുന്നത് കരാഗ്രേ വസത കരമധ്യേ കരമൂലേതു ഗോവിന്ദ. കരത്തിൻ്റെ അഗ്രത്തിൽ അവസാനിക്കുന്നത് ഗോവിന്ദനാണ്. ഗാം വിന്ദതി ഇതി ഗോവിന്ദ. ശബ്ദ സ്വരൂപമായ ബ്രഹ്മത്തെയാണ് ഗോവിന്ദൻ. അതുകൊണ്ടാണ് സർവത്ര ഗോവിന്ദനാമസം കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നമ്മൾ സപ്താഹത്തിന് ചൊല്ലാറില്ലേ? അതാണ് ഈ മന്ത്രം. ഇതൊക്കെ നമ്മൾ പഠിക്കണം, നമ്മളെ മക്കളെ പഠിപ്പിക്കണം, കുട്ടികളെ നിർബന്ധമായി പഠിപ്പിക്കണം. ഇത് ചൊല്ലിയതിന് ശേഷം ആ കൈകൾ നോക്കി ഭംഗിയായിട്ടൊന്ന് പുഞ്ചിരിക്കുക. 1 മിനിറ്റ് ജീവിതത്തിൽ മാറ്റി വെച്ചാൽ മതി. നമ്മുടെ ശരീരത്തിലെ എല്ലാ ഹോർമോണുകളും നാച്ചുറൽ ഹോർമോണാണ്. ഈ ഹോർമോണിൻ്റെ പ്രവർത്തനമാണ് നമ്മുടെ ശരീരത്തെ ബയോളജിക്കലായിട്ട് പ്രവർത്തിപ്പിക്കുന്നത്. സ്ത്രീ ഹോർമോണും പുരുഷ ഹോർമോണും ഒക്കെ നാച്ചുറലാണ്. ഇതിനകത്ത് ഒരു ഹോർമോണുണ്ട്, യൂട്യൂബിനകത്ത് അടിച്ചു നോക്കണം. ഹാപ്പി ഹോർമോൺ ആർട്ടിഫിഷ്യലായിട്ട് ഓപ്പൺ ചെയ്യണം, എങ്കിലേ അത് അഗ്രാസീവ് ആകുള്ളൂ. ആ ഹോർമോൺ അതിന് ഇങ്ങനെ ചിരിക്കുമ്പോൾ ഈ മുഖത്തെ മാംസപേശികൾ വലിഞ്ഞു പിടിക്കുമ്പോഴാണ് അത് ഓപ്പൺ. ഇതുകൊണ്ടാണ് വേദങ്ങളിൽ പറയുന്നു ഉറങ്ങി എഴുന്നേറ്റ നിമിഷം മുതൽ. അപ്പോൾ നമ്മുടെ ജീവിതത്തെ നമുക്ക് സെൻസ് ഓഫ് ഹ്യൂമറിലൂടെ കാണാൻ സാധിക്കും. അപ്പോൾ ഭാര്യ എന്ത് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാലും ചിരിച്ചുകൊണ്ട് ലൈക്ക് അടിച്ച് ഓക്കെ 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 എന്ന് പറഞ്ഞ് എല്ലാം കൂടെ. അപ്പോൾ
ഭാര്യയ്ക്ക് സന്തോഷമാവും, ബ്രേക്ക്ഫാസ്റ്റ് ഗംഭീരാവും. അപ്പോൾ നമ്മൾ ഭർത്താവ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഒക്കെ അങ്ങോട്ട് ഭാര്യ ലൈക്ക് അടിക്കണം. ഓക്കെ ചേട്ടാ, ഓക്കെ ഓക്കെ ഓക്കെ. കുടുംബത്തിൽ ഒരു കാരണവശാലും വഴക്കുണ്ടാവില്ല, ഒരു കാരണവശാലും കുറ്റം പറച്ചിലുണ്ടാവില്ല, ഒരു കാരണവശാലും കുറവ് പറയലുണ്ടാവില്ല, ഒരു കാരണവശാലും പരസ്പരം പഴിചാരലുണ്ടാകില്ല. എല്ലാം ആക്സെപ്റ്റ് ചെയ്താൽ മതി. ആക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സിനെ വികസിപ്പിക്കുന്ന ധർമ്മശാസ്ത്രത്തിൻ്റെ പേരാണ് ശ്രീമദ് ഭാഗവതം. ഇത് വികസിപ്പിക്കുന്ന വ്യക്തിയുടെ പേരാണ് വേദവ്യാസ ഭഗവാൻ. അതുകൊണ്ട് ഇന്നു മുതൽ എൻ്റെ സഹോദരിമാരായ നിങ്ങളോടൊരു റിക്വസ്റ്റ് ഉണ്ട്. മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനുമായ ശംഭുവാധ്യായരുടെ മകന് റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങളൊരു ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഭർത്താവ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ ഉപയോഗിക്കേണ്ട വസ്തുവാണ് നിങ്ങളുടെ ഭർത്താവ്. അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായിട്ട് അവസാന നിമിഷം വരെ ഇങ്ങനെ ജീവിക്കാനുള്ള ട്രിക്കാണ്. പുള്ളിക്കാരൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും യെസ് പറയുക, ചെയ്യാൻ പറ്റുന്നത് ചെയ്തു കൊടുക്കുക. എല്ലാ ഭർത്താക്കന്മാരോടും ഒരു സഹോദരന് പേഴ്സണലായിട്ടുള്ള റിക്വസ്റ്റാണ്. ഭാര്യ പറയുന്നതൊക്കെ എന്ത് ചെയ്യണം, യെസ് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡിൽ കിടക്കുന്നത് മുതൽ ഉറങ്ങി എഴുന്നേൽക്കുന്നവരെ ശാരീരികപരമായിട്ട് ഇങ്ങനെ കിടന്നുറങ്ങാം. ഉറങ്ങി എഴുന്നേറ്റാൽ മാനസികപരമായിട്ട് ഇങ്ങനെ ജീവിക്കാം. എന്താണ്, പുള്ളിക്കാരിയോടൊന്ന് എതിർത്ത് അങ്ങോട്ട് പറയണ്ട, ഓക്കെ അങ്ങോട്ട് യെസ് യെസ് അങ്ങോട്ട് പറയണം. ഇതാണ് ശ്രീമദ് ഭാഗവതത്തിൽ ധർമ്മശാസ്ത്രത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു. കുചേലോപാഖ്യാനത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അയം ഹി പരമോലാഭ ഉത്തമ ശ്ലോക ദർശന. എനിക്കിങ്ങനെ ഒരു ഭാര്യയെ കിട്ടിയതല്ലേ എൻ്റെ ജീവിതം ധന്യമായി. എൻ്റെ ലാഭം അതല്ലേ, ഇതല്ലേ എൻ്റെ ജീവിതം സംഗീതമായി മാറിയത് എന്ന് കുചേലൻ പറയുന്നു. അപ്പോൾ കുചേലവൻ്റെ പത്നി പറയുന്നതോ അയം ഹി പരമോലാഭ ഉത്തമ ശ്ലോക ദർശന. എൻ്റെ ഭർത്താവല്ലേ എൻ്റെ അസറ്റ്. എൻ്റെ ഭർത്താവിനെ എനിക്ക് കിട്ടിയത് കൊണ്ടല്ലേ ജീവിതത്തിൽ അസറ്റ്. അതുകൊണ്ടല്ലേ എൻ്റെ ജീവിതം സ്വർഗീയമായി മാറിയത്. എൻ്റെ ഭർത്താവ് കൃഷ്ണൻ്റെ സുഹൃത്തായതുകൊണ്ടല്ലേ. അയം ഹി പരമോലാഭ, ഞാൻ എത്ര ഭാഗ്യവതിയാണ്, എൻ്റെ ജീവിതം ലാഭമാണ്. അപ്പോൾ മക്കൾ പറയുന്നു അയം ഹി പരമോലാഭ ഉത്തമ ശ്ലോക ദർശന. ഈ അച്ഛൻ്റെ മകനായതുകൊണ്ടല്ലേ എൻ്റെ ലാഭം, എൻ്റെ ജീവിതം. മുൻ ശബരിമല മേശാന്തിയുടെ മകനായതുകൊണ്ടല്ലേ എൻ്റെ ജീവിതം എനിക്ക് ലാഭകരമായി മാറിയത്, ശ്രേഷ്ഠകരമായി മാറിയത്. ഈ ധർമ്മശാസ്ത്രങ്ങൾ എനിക്ക് പഠിക്കാനും പ്രചരിപ്പിക്കാനും സാധിക്കുന്നത്. ഇങ്ങനെ ഓരോ വ്യക്തികളും ഉയരാനും വളരാനുമാണ് ഈ ധർമ്മശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അതിന് ഈ പ്രാണനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓർമ്മ 5-ാമത്തെ അധ്യായമായ കർമ്മ സന്യാസ യോഗത്തിൽ ഭഗവാൻ പറയുന്നു 29-ാമത്തെ ശ്ലോകത്തിൽ കർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ തന്നെ പറയും എന്താണ് കർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർമ്മണ്യേവ സംസിദ്ധ മസ്തിദ ജനകായജ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. ഞാനിതാ 124 വർഷം കർമ്മമാചരിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. ലോകസംഗ്രഹമേവാപി, ഞാൻ ചെയ്യുന്ന കർമ്മം എനിക്ക് ബെനിഫിറ്റായിരിക്കണം, എൻ്റെ ഭാര്യയ്ക്ക് ബെനിഫിറ്റായിരിക്കണം, എൻ്റെ മക്കൾക്ക് ബെനിഫിറ്റായിരിക്കണം, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ബെനിഫിറ്റായിരിക്കണം, എൻ്റെ കുടുംബത്തിൽ ബെനിഫിറ്റായിരിക്കണം, എൻ്റെ രാഷ്ട്രത്തിന് ബെനിഫിറ്റായിരിക്കണം. രാഷ്ട്രം ധാരയിതേ ധ്രുവം, മാനവരാശിക്കും അസറ്റായ പ്രവൃത്തികളായിരിക്കണം. ഇതാണ് ലോകസംഗ്രഹമേവാപി. ഇതാണ് ഭഗവാൻ പറയുന്നത്. ലോക നന്മയ്ക്ക് വേണ്ടി, അവനവൻ്റെ നന്മയ്ക്ക് വേണ്ടി, മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടി കർമ്മം ചെയ്യണമെന്നുള്ളതാണ്. ആ കർമ്മം സന്യാസയിതി, സന്യാസം. അതിനകത്ത് ഒന്നും തന്നെ ബോണ്ടേജ് പാടില്ല. സന്യാസയിതി, സന്യാസം. കർത്തൃത്വ ഭോക്തൃത്വം ഈശ്വരാർപ്പിതമാക്കണം. ഇങ്ങനെ കർമ്മസന്യാസ യോഗത്തിലാണ് പറയുന്നത്. 4-ാം അധ്യായം അവസാനിക്കുന്നത് തന്നെ പറയും ചിത്വേനം സംശയം യോഗമാതിഷ്ഠോത്തിഷ്ഠ ഭാരത. എന്താണ് 4-ാം അധ്യായം അവസാനിക്കുമ്പോൾ എന്താ പറയുന്നത്? ചിത്വേനം സംശയം യോഗമാതിഷ്ഠോത്തിഷ്ഠ ഭാരത. നീ ഒന്നും സംശയിക്കാനില്ല. നിന്റെ സംശയങ്ങൾ മുഴുവൻ ജ്ഞാനാഗ്നി കൊണ്ട്, ജ്ഞാനഖഡ്ഗം കൊണ്ട് വെട്ടിമാറ്റാൻ വേണ്ടിയിട്ട്
സംശയമില്ലാത്ത ജീവിതമാണ് സന്തോഷ സംതൃപ്ത ജീവിതമെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഈ നിമിഷം മുതൽ ഭഗവാൻ ഭഗവത്ഗീതയിൽ 4-ാമത്തെ അധ്യായം അവസാനത്തിൽ പറയുന്നു, ചിത്വേനം സംശയം യോഗമാതിഷ്ഠോത്തിഷ്ഠ ഭാരത. കുലസ്ത്രീകൾക്ക്, കുലപുരുഷന്മാരത്, കുടുംബത്തിൽ പറന്നവർ, അതാണ് ഭാരത എന്ന് പറയുന്നത്. ഉത്തിഷ്ഠത, ഉയർത്തെഴുന്നേറ്റ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒന്നും സംശയിക്കാനില്ല. ഭാര്യയെ സംശയിക്കേണ്ട, ഭർത്താവിനെ സംശയിക്കേണ്ട, മക്കളെ സംശയിക്കേണ്ട, കുടുംബത്തെ സംസാരിക്കേണ്ട. ഞാനിവിടെ ഈ കോൺക്രീറ്റിനെ സംശയിക്കുന്നില്ല, ഈ AC-യെ ഞാൻ സംശയിക്കുന്നില്ല, ഈ വൈദ്യുതിയെ ഞാൻ സംശയിക്കുന്നില്ല, ഈ ക്യാമറയെ ഞാൻ സംശയിക്കുന്നില്ല. ഒന്നിനെയും സംശയിക്കാത്ത ജീവിതം, സംശയാതീതമായ ജീവിതം നയിക്കാനാണ് ശ്രീമദ് ഭഗവത്ഗീതയെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഭാഗവതത്തിന് പറയാനുള്ളതും സംശയാതീതമായ ജീവിതമാണ്. അപ്പോൾ ഈ 4-ാമത്തെ അധ്യായം ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ ഭഗവാനും നമ്മളും തമ്മിലുള്ള ഒരു റിലേഷനെ കുറിച്ച് പറയുന്നു. നമുക്കത് നോക്കാം. ഭോക്താരാം യജ്ഞ തപസാം സർവലോകമഹേശ്വരം, ഭോക്താനാം യജ്ഞ തപസാം സർവലോകമഹേശ്വരം, സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാം മാ ശാന്തിമൃച്ഛതി. അശാന്തമായ ജീവിതം, അശാന്തസ്യ കുതസുഖം. അശാന്തമായ ആധുനിക മനുഷ്യൻ്റെ ജീവിതം, ശാന്തിയും സമാധാനവും സന്തോഷവും ഇല്ലാത്ത മാനവരാശിയോട് പറയുന്നതാണ്, ശാന്തി ആഗ്രഹിക്കുന്നവർ, സന്തോഷം ആഗ്രഹിക്കുന്നവർ, സംതൃപ്തി ആഗ്രഹിക്കുന്നവർ ഭോക്താരാം യജ്ഞ തപസാം. ഒരു യജ്ഞ സംസ്കൃതിയിൽ ജീവിക്കുകയെന്ന്. ഭോക്താരാം യജ്ഞ തപസാം, ഒരു യജ്ഞ സംസ്കൃതി. എന്താണ്? ഒരു കലക്ഷൻ, ഒരു കോഓപ്പറേഷൻ, ഒരു കോർഡിനേഷൻ, ഒരു ഡിസ്ട്രിബ്യൂഷൻ. എല്ലാവരോടും സഹവർത്തിത്വത്തിലുള്ള, എല്ലാവരോടും സ്നേഹത്തിലുള്ള, എല്ലാവർക്കും കൊടുത്തും വാങ്ങിയുകൊണ്ട് ഒരു കെയറിങ്ങും ഷെയറിങ്ങും ഉള്ള ഒരു കുടുംബ ജീവിതത്തെയാണ് യജ്ഞം. ആ കുടുംബത്തിൽ തപസ് ലക്ഷ്യം എന്താണ്? നമ്മുടെ ജീവിത ലക്ഷ്യം എല്ലാ സമ്പത്തും ധർമാർത്ഥ കാമമോക്ഷങ്ങളും നേടി ഈശ്വരനായി ഉയർന്ന് വളർന്ന് വികസിച്ച് മൃത്യോർമാം അമൃതംഗമയ അമൃതത്വത്തിലോട്ട് ലയിക്കാനാണ്. ഇതാണ് ജീവിതത്തിൻ്റെ തപസ്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് സർവലോക മഹേശ്വര, സർവലോകങ്ങളുടെയും മഹേശ്വരനായ, സർവലോകങ്ങളുടെയും അധിപനായ, ജഗതീശ്വരനായ, പരമേശ്വരനായ, ജഗന്നിയന്താതാവായ, സർവജ്ഞനായ, ആ പരമപ്രേമസ്വരൂപനായ ഭഗവാൻ, സർവലോക മഹേശ്വരനായ അഖില പ്രേമസ്വരൂപനായ ആ ഭഗവാൻ സുഹൃദം സർവഭൂതാനാം, ജാതി മത വർണ്ണ വർഗ ലിംഗ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരുടെയും ആരാണ്? സുഹൃത്താണ്. ഇനി ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗുരുവായൂരപ്പനെ പോകുമ്പോൾ എവിടെയാണ് പോകുന്നത്? എൻ്റെ കൂട്ടുകാരനെ കാണാനാണ് പോകുന്നത്. ഈ ആറ്റിറ്റ്യൂഡിൽ പോകണം. അതെന്താ ഇത്ര ഉറപ്പത്തിൽ? 5-ാം അധ്യായത്തിൽ 29-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ തന്നെ അസന്നിഗ്ധമായി പറയുന്നു, ഞാൻ സുഹൃദാം സർവഭൂതാനാം. ഇത് അറിഞ്ഞു കഴിഞ്ഞാലോ, ജ്ഞാത്വാ, ഇത് അറിഞ്ഞു കഴിഞ്ഞാലോ പരമശാന്തി മൃച്ഛതി, പരമശാന്തിയിൽ ഭാര്യയോടുകൂടിയുള്ള ഒരു ജീവിതം, പരമശാന്തിയിൽ ഭർത്താവിനോടൊപ്പമുള്ളൊരു ജീവിതം, പരമശാന്തിയോടുകൂടി ജീവിത അവസാന നിമിഷം വരെ ഹണിമൂൺ, പരമശാന്ത സംതൃപ്തമായിട്ട് മക്കളോടൊപ്പം പ്രിയദർശൻ പടം പോലെ അടിച്ച് പൊളിച്ചിട്ടുള്ള ഒരു ജീവിതം. ഇത് ആഗ്രഹിക്കാത്തവർ ആരാണുള്ളത്? അതുകൊണ്ടാണ് മാം ശാന്തി മൃച്ഛതി. ഇത് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ദശമത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ ശ്ലോകത്തിൽ പറയും, ആ ഗുരുവായൂരപ്പൻ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയുന്നു, ആ ഗുരുവായൂരപ്പൻ്റെ ആ കൃഷ്ണൻ കൃഷ്ണൻ കൃഷ്ണൻ, സർവം കൃഷ്ണമയം ജഗത്, സർവം വിഷ്ണുമയം ജഗത്, ആസീനം സംവിശം തിഷ്ഠൻ ബുദ്ധ്യാന പര്യടന്മഹിൻ ചിന്തയാനോ ഋഷികശ പശ്യത് തന്മയം ജഗത്. ഭഗവാൻ എവിടെയാണെന്ന് അസന്നിഗ്ധമായിട്ട് പറയുന്നു. ആസീനം സംവിശൻ തിഷ്ഠൻ ഭുഞ്ജാന പര്യടന്മഹിൻ ചിന്തയാനോ ഋഷികേശ പശ്യത്
കാണുന്നു, അറിയുന്നു. എവിടെ? തന്മയം ജഗത്, കൃഷ്ണമയമായ ജഗത്തിനെ കാണുന്നു. അപ്പോഴോ ആസീനം നാം എവിടെ ഇരിക്കുന്നുണ്ടോ ആസീനം അത് കൃഷ്ണനായി കാണണം. കൃഷ്ണനിലാണ് ഇരിക്കുന്നത്. സംവിശൻ കിടക്കുമ്പോൾ എവിടെ കിടക്കുന്നുണ്ടോ അത് കൃഷ്ണൻ്റെ മടിയിലാണ് കിടക്കുന്നത്. തിഷ്ഠൻ എവിടെ നിൽക്കുന്നുണ്ടോ അത് കൃഷ്ണനാണ് എന്നെ നിലനിർത്തുന്നത്. കൃഷ്ണൻ്റെ തൃപ്പാദങ്ങളിലാണ് ഞാൻ നിൽക്കുന്നത്. കൃഷ്ണൻ്റെ തൃപ്പാദത്തിലാണ് ഞാൻ വളരുന്നത്. കൃഷ്ണൻ്റെ തൃപ്പാദങ്ങളിലോടാണ് ഞാൻ ജയിക്കുന്നത്. ഭുഞ്ചാന, ഞാൻ ഭുജിക്കുന്ന ഭക്ഷണം ഏതായാലും, ഞാൻ ഭജിക്കുന്നത് എന്തായാലും അതാണ് കൃഷ്ണൻ. മഹി എന്താണ്? ഭൂമിയിൽ കാല് കുത്തുന്നത് കൃഷ്ണനിലാണ്. ആ തൃപ്പാദങ്ങൾ കൃഷ്ണനിലാണ്. ചിന്തയാനോ, ചിന്തിക്കുന്നത്, മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് എന്താണോ അതാണ് കൃഷ്ണൻ. ആസീനം സംവിശൻ ദുഷ്ടൻ ഭുഞ്ചാന പര്യടൻ മഹിൻ ചിന്തയാനോ ഋഷികേശ പശ്യത്തന്മയം ജഗത്. അപ്പോൾ കൃഷ്ണമയമായി ഈ ജഗത്തിനെ ആർക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ അവനാണ് മേ പ്രിയോ അസി. ഭഗവത്ഗീതയിലെ അസന്നിഗ്ധമായി ഭഗവാൻ പ്രഖ്യാപിക്കുന്നു, മേ പ്രിയോ അസി, ഐ ലവ് യു. എനിക്കവൻ പ്രിയപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവന് ഞാനും ഏറെ പ്രിയപ്പെട്ടത്. അപ്പോൾ പരസ്പരം ഭാവ എന്താ? ശ്രേയ പരമവാപ്സ്യസി. അവിടെയാണ് ഒരു ശ്രേയസ്, അവിടെയാണ് ഒരു പ്രേയസ്. അപ്പോൾ ചിന്തകളിൽ ഈശ്വരീയമായ ചിന്തകൾ, കൃഷ്ണാർപ്പിതമായ ഒരു ചിന്തയിൽ, അപ്പോൾ തന്മയം ജഗത്ത്. അപ്പോൾ ഈ ജഗത്ത് മുഴുവൻ നമുക്ക് കൃഷ്ണമയമായി അനുഭവിക്കാൻ സാധിക്കുന്നു. അപ്പോഴോ യോ ഭജന്തിതു മാം ഭക്ത്യ മയി തേഷു ചാപ്യഹം. യോ ഭജന്തിതു മാം ഭക്ത്യ മയി തേഷു ചാപ്യഹം തേ മയി അസി. അവർ എന്നിലും അഹം തേഷുച, ഞാൻ അവരിലും, അവർ എന്നിലും ഞാൻ അവരിലും. ഗുരുവായൂരപ്പനാണ് ഇത് പറയുന്നത്. ഗുരുവായൂരപ്പൻ ഇത് പറഞ്ഞത് നെഞ്ചോട് ചേർക്കണം. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തിൽ നവമസ്കന്ധത്തിൽ 4-ാം അധ്യായത്തിൽ 68-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, സാധവോ ഹൃദയം മഹ്യ സാധൂനാം ഹൃദയം ത്വദഹം. എൻ്റെ ഭക്തൻ്റെ ഹൃദയത്തിലാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ ഭക്തൻ എൻ്റെ ഹൃദയത്തിലാണ് താമസിക്കുന്നത്. ഭാഗവതത്തിൻ്റെ അസന്നിഗ്ധമായ പ്രഖ്യാപനമാണിത്. അപ്പോൾ ഭക്തൻ ഭഗവാനിലും ഭഗവാൻ ഭക്തനിലുമാകുമ്പോൾ നമ്മുടെ ഹൃദയം ഗുരുവായൂർ ശ്രീലകം പോലെ പരിശുദ്ധമാക്കണം. അപ്പോൾ ഈ ശവക്കറികളൊന്നും കഴിക്കരുത്, അത് കുഴിച്ചിടാനുള്ളതാണ്. മദ്യവും മയക്കുമരുന്നും മുതലായിരിക്കുന്നവ ഒന്നും ഉപയോഗിക്കരുത്. അപ്പോൾ ഗുരുവായൂരപ്പൻ വസിക്കുന്ന ഗുരുവായൂരപ്പനാകുമ്പോൾ നമ്മുടെ ഹൃദയം അതിനകത്ത് ദുർവാസനകൾ ഉണ്ടാകരുത്, ദുഷ്ടദുരിത ചിന്തകളില്ലരുത്, ദുഃഖത്തിൻ്റെ തരി പോലും ഉണ്ടാകരുത്. കെട്ടിപ്പിടിക്കാനും വെട്ടിപ്പിടിക്കാനും കട്ടുമുടിക്കാനും കെട്ടിപ്പൊക്കാനും തട്ടിപ്പും ചതിയും വ്യഭിചാരവും വഞ്ചനയും കുശുമ്പും മുതലായിരിക്കുന്ന ദുർവികാരങ്ങൾ, ആസുരീക ചിന്തകൾ ഇല്ലാത്ത ഒരു ഹൃദയത്തിന് ഉടമയായി വളരുകയാണെന്നുണ്ടെങ്കിൽ അഹം തേഷുച, ഞാൻ ആ ഹൃദയത്തിലാണ്. സാധവോ ഹൃദയം മഹ്യ സാധൂനാം ഹൃദയം ത്വതഹം. ഇത്രയും വ്യക്തമായും ശുദ്ധമായും ഗുരുവായൂരപ്പൻ പറയുകയാണ്. ഗുരുവായൂർ ശ്രീലകത്തിനകത്തുള്ള ആ വിഗ്രഹ ചൈതന്യം തന്നെയാണ് എൻ്റെ ഹൃദയത്തിലും. അയ്യപ്പസ്വാമി പറയുന്നു, എൻ്റെ ഹൃദയത്തിലുള്ള അതേ ചൈതന്യമാണ് നിൻ്റെ ഹൃദയത്തിലും. ഇതാണ് തത്വമസി മഹാവാക്യം. ചാന്തോക്യ ഉപനിഷത്താണ്, സാമവേദമാണിത് പറയുന്നത്. അത് ജീവിതത്തിൽ എപ്പോഴും ആയുരാരോഗ്യ സൗഖ്യം നിങ്ങൾക്കും എനിക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഇതിനെക്കുറിച്ച് വിശദമായിട്ടറിയാം. ഇതിൻ്റെ താഴത്തുള്ള മറ്റ് വീഡിയോകളും സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം. ഒപ്പം
ഇത് ഈ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യണം. നമ്മുടെ ജീവിതം അത്യാനന്ദകരമാക്കി മാറ്റണം. വരും തലമുറയുടെ ജീവിതം അത്യാനന്ദകരമാക്കി മാറ്റണം. നമ്മുടെ മക്കളുടെ ജീവിതം ലക്ഷ്യബോധമുള്ളൊരു ജീവിതം നമുക്ക് സ്വപ്നം കാണുന്നവർ അവരെയും ഇത് പഠിപ്പിക്കണം. ഇത് എന്തിനു പഠിക്കണമെന്ന ചോദ്യത്തിന് നമ്മുടെ ജീവിതത്തിൻ്റെ സായങ്കാലത്ത് വാർദ്ധക്യത്തിൽ നമ്മുടെ മക്കൾ നമ്മളെ അഗതി മന്ദിരത്തിൽ കൊണ്ടുവിടാതിരിക്കാൻ നമ്മൾ ഈ ഭാഗവതവും ഭഗവത്ഗീതയും നമ്മൾ പഠിക്കണം, നമ്മളെ മക്കളെ പഠിപ്പിക്കണം. എങ്കിൽ ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സ്വാമീ ശരണമയ്യപ്പ.